ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുന്നയൂർകുളം സൈനുദ്ദീൻ. നമ്മുടെ പുതിയ യാത്ര എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നെയാണ്. കേരളത്തിൽ തന്നെ അധികാരം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. പക്ഷേ യഥാർത്ഥത്തിലൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ എന്ന് വെച്ചാൽ അതിന് മാത്രം മൃഗങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ആന ഇറങ്ങാറുണ്ട്. പിന്നെ കാടിൽ നിന്ന് വിട്ട് കുറേ റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്. തൃശ്ശൂരിനോട് ചേർന്ന് കിടക്കുന്ന ആമ്പല്ലൂർ പാലപ്പള്ളി ഫോറസ്റ്റ് കഴിഞ്ഞാൽ ഈ പ്രദേശമായി. അങ്ങനെയുള്ളൊരു പ്രദേശമാണിത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് കൂടുതലായിട്ട് ഇതിനോടൊപ്പം കാണാൻ പറ്റും. ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. ചിമ്മിനി ഡാം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നേരത്തെ സായിപ്പന്മാർ വന്നിട്ട് കുറേ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ടാക്കി, അങ്ങനെ റബ്ബർ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കി. അങ്ങനെ പിന്നീട് അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് റബ്ബർ എസ്റ്റേറ്റിൻ്റെ വളർച്ചയൊക്കെ ഒതുക്കി ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കിയിട്ട് വളർത്തിയെടുക്കാറുണ്ട്. അത് കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. മറ്റ് കടുവയുടെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ്. ഇതിനടുത്താണ് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നെല്ലിയാമ്പതി മലപ്രദേശങ്ങളുടെ മറ്റൊരു വശമാണത്. അപ്പോൾ നമുക്കിതിനകത്ത് വീഡിയോയിലേക്ക് വിശദമായിട്ട് പോവാം. ഇത് ചീനിമരങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മഴവൃക്ഷം എന്ന് പറയുന്ന ഈ വൃക്ഷമാണത്. ഇതിൻ്റെ ഒരു സമൃദ്ധി നമുക്കിവിടെ കാണാൻ പറ്റും. ധാരാളമായിട്ടുണ്ട് ഇവിടെ. വീണ്ടും ചീനിമരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. റെയിൻ ട്രീ എന്താണെന്ന് പലർക്കും യൂറോപ്യൻസിനൊക്കെ ഇത് കൂടുതൽ അറിയുന്ന ഒരു സംഭവമാണ്. നമ്മളെ ആളുകൾക്ക്, നമ്മുടെ മലയാളീസിന് ഇതിന് അത്ര അവയർനെസ് ഇല്ല. പക്ഷേ എങ്കിലും ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ, പഴമക്കാർ കുറേ അധികം ഉണ്ട്, ഇപ്പോഴുണ്ട്. ഇവരിതിനെ ചീനിമരം എന്നാണ് വിളിക്കുന്നത്. ഇതിപ്പോഴും ഇത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മേഘങ്ങളൊക്കെ തടഞ്ഞു നിർത്തി മഴ പെയ്യാനുള്ള കഴിവ് ഇതിനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഡാമിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മളിത് കാണുന്നത്. ഡാമാണ് കാണുന്നത്, ചിമ്മിനി ഡാം അഥവാ ചിമോനി ഡാം. ചിമ്മിനി ഡാം, ഇതിനെ ചിമോനി ഡാം എന്നും കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ആ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്ന പ്രദേശങ്ങളാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഒരു വെള്ളം ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നില്ല. നമുക്ക് ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടുന്ന ആ ഷട്ടറുടെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അത് വെള്ളം ഒഴുക്കി വിടുന്ന ഒരു സംവിധാനം ഇന്ന് ഇവിടെ ഷട്ടർ തുറന്നിട്ടില്ല ഡാമിൻ്റെ. അതിവിടുന്ന് അതിൻ്റെ ജൈവ വൈവിധ്യങ്ങളാണ് കാണുന്നത്. പലപ്പോഴും ഇവിടെയൊക്കെ കോടമഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. മരങ്ങളും നിബിഡമായ വനപ്രദേശങ്ങളൊക്കെയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പരിസരമാണ് ഇവിടെ. സഞ്ചാരികൾക്കൊക്കെ കുറേ സമയം ചിലവഴിക്കാനും അതിന് ഒരു റിലാക്സേഷൻ കിട്ടാവുന്ന ഒരു പ്രദേശം തന്നെയാണിത്. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ചിമ്മിനിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനില്ല. ഇവിടെ സൈറ്റിങ്, ബേഡ്സിൻ്റെ ഒന്നും സൈറ്റിങ്സ് കിട്ടുന്നില്ല നമുക്കത്ര. അതുപോലെ തന്നെ ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ദൂരെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മലയണ്ണാൻ, ഇങ്ങനെ പലതുണ്ട്. പലതിൻ്റെയും സൈറ്റിങ്സ് കിട്ടുന്നില്ല നമുക്കിവിടുന്ന്. വളരെ ചുരുക്കം ചില ബേഡ്സിൻ്റെ, ആനിമൽസിന് മാത്രമേ നമുക്ക് സൈറ്റിങ് കിട്ടുന്നുണ്ടായിട്ടുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥ സവിശേഷമാണ്. നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു നിത്യഹരിത വനപ്രദേശം ആയതുകൊണ്ട് തന്നെ കാലാവസ്ഥ വളരെ സവിശേഷമാണ്. ഡാമിൽ നിന്ന് കാറ്റടിച്ചിട്ടുള്ള ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിരവധി റബ്ബർ എസ്റ്റേറ്റുകൾ ഇവിടെ വന്നിട്ട്, റബ്ബർ എസ്റ്റേറ്റിൻ്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസൊക്കെ വന്നിട്ട് റബ്ബർ എസ്റ്റേറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ റബ്ബർ എസ്റ്റേറ്റ് ഇപ്പോൾ ഗവൺമെൻറ് ഇത്ര കണിശാക്കിയിട്ടുണ്ട്. കാരണം കാടിൻ്റെ വ്യാപ്തി കുറയുന്ന അവസ്ഥയിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു നീക്കങ്ങളുണ്ടായിട്ടുണ്ട്. കർശനമായിട്ടുള്ള
നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഇത്തിരി കൺട്രോൾഡ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അത് ഇതിന് ഗുണം ചെയ്യും. ഈ പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ള അതിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഇതിന് കൂടുതലായിട്ടുള്ള ഒരു ജൈവ വൈവിധ്യങ്ങളുടെ പുരോഗതി ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇത് നമ്മളുടെ കൂടെയുള്ള തന്നെ ഒരു സഹയാത്രികനാണ്, ഷഹീനാണ്. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ താല്പര്യമുള്ള ഒരാളാണ്. നേരത്തെ ആനക്കോട്ടയിലുള്ള വീഡിയോയിൽ ഇതിനോടൊപ്പം ഉണ്ടായിരുന്ന ആൾ ഒരു സിവിൽ എഞ്ചിനീയറും ഒരു പരിസ്ഥിതി സ്നേഹിയൊക്കെയാണ്. പക്ഷികളുടെ കളനാദങ്ങൾ ഇവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷികളെപ്പോഴും ഇവിടെ സജീവമാണ്. ഈ കുട്ടുറുവൻ എന്ന് പറയുന്നത് ഒരു തരം കിളിയുടെ ശബ്ദമാണത് കേൾക്കുന്നത്. ഇതിനും പനന്തത്ത എന്നും കൂടി മറ്റൊരു പേരുണ്ട്. ഇതിൻ്റെ ശബ്ദം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പക്ഷീനെ നമ്മൾ നേരിൽ കാണുമ്പോൾ ഈ ശബ്ദം ഇതിൻ്റേതാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം അത് അതിൻ്റെ വാ തുറന്നിട്ടല്ല പാട്ട് പാടുന്നത്. അതിൻ്റെ ശബ്ദം അതിൻ്റെ ചങ്കിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ വലിയൊരു ഇനമാണ് റോളർ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ തരം പക്ഷി. ഇതൊക്കെ തത്തയുടെ ഒരു ഇനത്തിൽപ്പെട്ടാണ്. മുളം തത്ത, പനന്തത്ത, പനങ്കാക്ക എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഇതൊരു പക്ഷിയാണ്. അതിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഈ മരം ഇപ്പോൾ കുറഞ്ഞു വരുന്നത് ഇതാണ് പന. ഇതിൻ്റെ ഇലകളാണ് ഈ ആനകളൊക്കെ ആഹരിക്കുന്നത്. ആനകളുടെ ഇഷ്ടഭക്ഷണമാണത്. ഈ ഗുരുവായൂരൊക്കെ ആനയ്ക്ക് ഒരുപാട് ഇത് വേണ്ടി വരുന്നുണ്ട്. ആന സങ്കേതത്തിലേക്ക് ഒരുപാട്. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഇത് നല്ല ഒരു സവിശേഷതകളുള്ള ഒരു മരമാണ്. ഇതിൻ്റെ ഇല നന്നായിട്ട് വിറ്റുകൾ ഭക്ഷിക്കും ആന. ഇതിപ്പോൾ കുറഞ്ഞു വരണം. നേരത്തെ ഇത് ധാരാളം ഉണ്ട്. പുതിയ തലമുറയ്ക്ക് ഈ ചെടി ഇനി അന്യം നിന്ന് പോകുന്ന വരെ സംശയിക്കേണ്ട ഒരു തരം ചെടിയാണത്.